ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് ഈ കാണുന്ന ഒരു ജെറ്റ് ടൂർ ആണ്. ഈ ഒരു വാഹനം വർക്ക്ഷോപ്പിൽ വന്നിട്ടുണ്ടായിരുന്ന സ്പാനർ ലൈറ്റ് ആയിട്ടാണ് ഈ ഒരു വാഹനം വർക്ക്ഷോപ്പിൽ വന്നിട്ടുള്ളത്. ആക്ച്വലി സ്പാനർ ലൈറ്റ് എന്ന് പറയുന്നത് ഈ വാഹനത്തിൻ്റെ ഓയിൽ സർവീസ് ഡ്യൂ ആയതുകൊണ്ടാണ് ഈ സ്പാനർ ലൈറ്റ് വന്നിരിക്കുന്നത്. നമ്മൾ ഈ വാഹനത്തിൻ്റെ ഓയിൽ സർവീസ് നമ്മൾ സ്കാനർ ഉപയോഗിച്ചാണ് നമ്മൾ റീസെറ്റ് ചെയ്യുന്നത്. നമ്മളത് റീസെറ്റ് ചെയ്ത ഉടനെ തന്നെ സ്പാനർ ലൈറ്റ് അവിടെ നിന്ന് മാറിയിട്ടുമുണ്ട്. ഇതിപ്പോൾ കണ്ടല്ലോ, റീസെറ്റ് ആയിട്ടുണ്ട്. സ്പാനർ ലൈറ്റ് അവിടെ നിന്ന് പോയിട്ടുമുണ്ട്. അപ്പോൾ ഇത് ജസ്റ്റ് വളരെ സിമ്പിളാണ്. അപ്പോൾ ഈ സ്പാനർ ലൈറ്റ് സാധാരണഗതിയിൽ ഈ ജെറ്റ് ടൂർ വാഹനങ്ങളിലൊക്കെ വരുന്നത് ഓയിൽ സർവീസ് ഡ്യൂ ആയ സമയത്താണ് ഈ സ്പാനർ ലൈറ്റൊക്കെ വരുന്നത്. നമുക്കത് സർവീസ് ഫംഗ്ഷനിൽ പോയിട്ട് നമുക്കത് എഞ്ചിൻ ഓയിൽ റീസെറ്റ് ചെയ്യാൻ സാധിക്കും. ഇതിപ്പോൾ ഞാൻ ഒന്നും കൂടി സ്റ്റാർട്ട് ചെയ്ത് കാണിച്ചു തരാം. ഇത് കണ്ടല്ലോ, ഇതിലിപ്പോൾ വാണിംഗ് ഒന്നുമില്ല. ഞാൻ ഒന്നും കൂടി നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഞാൻ ഓഫ് ചെയ്ത് കാണിച്ചു തരാം. അപ്പോൾ ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിൻ്റെ അകത്ത് കുറേ ലൈറ്റുകൾ കാണാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ഇത് കണ്ടല്ലോ, കുറേയധികം ലൈറ്റുകളുണ്ട്. ഇനി സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ആ ലൈറ്റുകളെല്ലാം തന്നെ പോകുന്നതാണ്. അപ്പോൾ ഇത് ചൈനീസ് വാഹനമാണെങ്കിൽ കുറേയധികം ഓപ്ഷനുകൾ ഈ ഒരു വാഹനത്തിൽ കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ ഡോർ പാഡിലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ഡോർ പാഡിലാണ് ഇതിൻ്റെ ഔട്ട്സൈഡ് ടെമ്പറേച്ചർ സെൻസറും കാര്യങ്ങളും എല്ലാം തന്നെ ഇതിൻ്റെ അത് കൊടുത്തിട്ടുള്ളത്. 2 ഡോർ പാഡിലും ഇതിൻ്റെ സെൻസർ എത്ര ഔട്ട്സൈഡ് ടെമ്പറേച്ചർ എത്രയുണ്ട് എന്നുള്ള കാര്യങ്ങളൊക്കെ മെൻഷൻ ചെയ്തിട്ടുണ്ട്. അതേമാതിരി തന്നെ ഇതിൻ്റെ പോസ്റ്റിൻ്റെ സൈഡിലായിട്ട് നിങ്ങൾക്ക് ഒരു സാധനം കാണാൻ സാധിക്കും. ഇത് എന്താണെന്ന് നിങ്ങൾക്ക് അറിയാമെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യുക. കാരണം എന്ന് പറയുന്നത് ഇതൊരു GCC വാഹനമല്ല. GCC വാഹനത്തിൽ ഇങ്ങനൊരു ഓപ്ഷൻ ഇല്ല എന്നാണ് ഞാൻ അറിഞ്ഞത്. എന്താണ് ഇത് അറിയാവുന്നവർ താഴെ കമൻറ്റ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.